എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് 2016 വരുന്ന ഇന്നോവ ക്രിസ്റ്റയാണ്. പിന്നെ ഒരു വണ്ടിയുടെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് അതിൻ്റെ ഓരോരോ ഘടകങ്ങളാണ്. അപ്പോൾ ഇത് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് 100% ഗ്യാരണ്ടി തരാൻ പറ്റുന്നതും നമുക്ക് ഉറപ്പ് തരാൻ പറ്റുന്നതും നല്ലൊരു വാഹനമാണ്. അപ്പം വണ്ടിയുടെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് പെട്ടെന്ന് തന്നെ വരാം. എന്ന് വെച്ചാൽ ഓരോരോ ഭാഗങ്ങൾ എടുത്ത് കാണിച്ച് നിങ്ങൾക്ക് ഒരു ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി, അതായത് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് തന്നെ ഫുൾ വണ്ടി വിശദമായിട്ട് കണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൈപ്പറ്റി നിങ്ങൾക്ക് ഹോം ഡെലിവറി ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഒരു അടിപൊളി നല്ല ഹൈ ക്വാളിറ്റി പ്രൊഫൈലുള്ള നല്ലൊരു ബിസിനസ് ഫാമിലിയിൽ യൂസ് ചെയ്തേക്കുന്ന നല്ലൊരു ക്വാളിറ്റി വാഹനമാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട നല്ല ക്വാളിറ്റിയുള്ള വാഹനം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. 2016 വരുന്ന വാഹനമാണ്. 2016 ഇസഡ് ഓട്ടോമാറ്റിക്കാണ്. അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണറാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ബമ്പർ അതേപോലെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊന്നും ഒരു ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റോക്ക് കണ്ടീഷനിൽ നിലവിൽ ഇതുവരെ നല്ല ടോപ്പ് കണ്ടീഷനിൽ ഓടിയേക്കുന്ന വണ്ടിയാണ്. എന്ന് വെച്ചാൽ ബമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റാം. എന്ന് വെച്ചാൽ വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ട് യൂസ് ചെയ്ത വണ്ടിയാണ്. ഒരു സ്ക്രാച്ചോ മൈന്യൂട്ടായിട്ട് സ്ക്രാച്ചസ് അല്ലാതെ വലിയ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിക്ക്. പിന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഓരോ ഗ്ലാസ്സുകളും, അതായത് മെയിൻ ഗ്ലാസ് അടക്കം ഒറിജിനലാണ് വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം വണ്ടിയുടെ മെയിൻ ഗ്ലാസ് ഒറിജിനലാണ്. അതേപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ഗ്ലാസസോ കാര്യങ്ങളോ ഒന്നും ചേഞ്ചസ് ഇല്ല. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു പാഡ് കാര്യങ്ങൾ, അതായത് ഡോർ എവിടെയെങ്കിലും ചെന്ന് തട്ടാതെ വെക്കാൻ വേണ്ടി അതിൻ്റെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡ് മിറർ കാര്യങ്ങളൊന്നും പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുവരെ ചേഞ്ചസും ഇല്ല. എന്ന് വെച്ചാൽ സ്റ്റോക്ക് കണ്ടീഷനുള്ള ഇതാണ് വരുന്നത്. അത് നമുക്ക് സ്വിച്ചിൽ തന്നെ ക്ലോസ്, അതായത് ഇലക്ട്രോണിക് സ്വിച്ചിൽ തന്നെ ഓഫും ഓണും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബോഡി ലൈൻസ് ആണെങ്കിൽ നോക്കിക്കോ, ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി തന്നെയാണ്. പിന്നെ എല്ലാ ഗ്ലാസ്സിനും എല്ലാ ഡോറിനും കാര്യങ്ങളൊക്കെ ഇതുണ്ട്. ഇനി ഓപ്പൺ ആക്കി കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പഞ്ചിങ് കാണാൻ പറ്റും. പഞ്ചിങ് പേസ്റ്റിങ് അതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ റബ്ബർ കാര്യങ്ങളെല്ലാം നല്ല ടൈറ്റിൽ തന്നെയാണ്, അയച്ചിട്ടൊന്നുമില്ല. ഇതൊക്കെ പൊടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇതൊക്കെ നല്ല പൊടിയാണ്. അല്ലാതെ ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതുവരെ വണ്ടിയിൽ വർക്ക് എടുത്തിട്ടില്ല. അതായത് ധൈര്യമായിട്ട് പറയാം, ഒരു മാറ്റവും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല, വർക്ക് എടുത്തിട്ടില്ല. സർവീസ് ഹിസ്റ്ററി ആണെങ്കിൽ പീരിയോഡിക്കലായിട്ട് ഫുൾ സർവീസ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല ടൈറ്റ് തന്നെയാണ്. അതാണ് അയച്ചാൽ കിട്ടാത്തത്. ഇതെല്ലാം ചെറിയ ചെറിയ പൊടികളാണ്. നമ്മളെ നാട്ടിൽ കൊണ്ടുപോയി ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി വേറെ ലെവലിലേക്ക് മാറും. എന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റിലുള്ള പൊടികൾ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സൈഡിലൊന്നും ഒരു ചേഞ്ചസും ഇല്ല. എല്ലാ റബ്ബറും ഞാൻ അയച്ച് കാണിച്ചു. പിന്നെ ടയർ ഭാഗത്തേക്ക് വരുമ്പം എല്ലാം ഒരു ബ്രാൻഡിൻ്റെ ടയറാണ്. അതായത് വണ്ടിക്ക് ഒരു അലൈൻമെൻറ്റ് ബാലൻസിങ്ങോ കാര്യങ്ങളൊന്നും തെറ്റായിരിക്കാൻ വേണ്ടി ഒരേ ബ്രാൻഡിൻ്റെ ടയർ തന്നെ യൂസ് ചെയ്തേക്കുവാണ്. ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ ഡിക്കി ഒറിജിനലാണ് വരുന്നത്. നമുക്ക് അതേപോലെ തന്നെ ഇതിൻ്റെ പേസ്റ്റിങ് വരെ എടുത്ത് കാണിക്കാൻ പറ്റും. എല്ലാം, അതായത് പഞ്ചിങ് പേസ്റ്റിങ് എല്ലാം പെർഫെക്റ്റ് ആണ്. ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. റബ്ബർ ഭാഗത്തേക്ക് വരുമ്പോൾ അയച്ച് കാണിക്കാൻ പറ്റും. ഇത് ഗ്രീസാണ് ഇരിക്കുന്നത്, അല്ലാതെ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് പഞ്ചിങ് ഒക്കെ സൈഡിലേക്ക് നോക്കാം, പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇതാ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു വർക്ക് പോലും എവിടെയും എടുത്തിട്ടില്ല. പിന്നെ ഈ സൈഡിൽ ഏതൊരു താഴെ ആയിക്കോട്ടെ മോൾ വശം ആയിക്കോട്ടെ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഒറിജിനൽ, അതായത് നല്ല ക്വാളിറ്റി തന്നെ. ഒരു വെള്ളത്തിലിറക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ബിസിനസ് ഫാമിലിയാണ്, അതായത് ബിസിനസ് പർപ്പസിന് മാത്രമാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ അലച്ചിലോ കാര്യങ്ങളോ ഒന്നും വണ്ടി ഓടിയിട്ടില്ല. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പം ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങൾ, ഇന്നോവ ക്രിസ്റ്റ എല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ്. ഒരു ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ ലോഗോയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒറിജിനലാണ്. അതായത് 2.8 ഇസഡ്, അതായത് ടോപ്പ് ഓഫ് ദ ലൈൻ, അതായത് ഇന്നോവ ക്രിസ്റ്റയുടെ ടോപ്പ് ഓഫ് ദ ലൈനാണ്. നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. പിന്നെ ടയേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. 4 ടയറും ഒരേ ബ്രാൻഡിൻ്റെ തന്നെയാണ്. നല്ല സ്റ്റോക്ക് നല്ല ക്വാളിറ്റി ഉള്ള ടയേഴ്സാണ് വരുന്നത്. പിന്നെ ഒരു ഗ്ലാസ്സിൽ പോലും ചേഞ്ചസ് ഇല്ല. എല്ലാ ഗ്ലാസ്സും ഒറിജിനലാണ്. പിന്നെ ഡോർ ഓപ്പൺ ആക്കി കാണിക്കുവാണെങ്കിൽ ഇതാ നിങ്ങൾക്ക് ആ പഞ്ചിങ് പേസ്റ്റിങ് അതേപോലെ കാണാൻ പറ്റും. പിന്നെ സൈഡ് ഭാഗത്തേക്ക് വരുവാണ്, ഡോറിൻ്റെ ഒക്കെ സൈഡ് ഭാഗത്തേക്ക് വരിക അത്ര മെയിൻറ്റെയിൻ ആയിട്ട് കീപ്പ് ചെയ്തേക്കുന്ന വണ്ടി. ഒരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ്. പിന്നെ ഒരു സൈഡിൽ മാത്രമല്ല, എല്ലാ സൈഡിലും അയച്ച് കാണിക്കാൻ പറ്റും. നല്ല ടൈറ്റ് ആയതുകൊണ്ടാണ്. കണ്ടോ, നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്.
ഇതൊരു ഡീലർമാരുടെ അടുത്തോ കാര്യങ്ങളോ ഒന്നും കിടക്കുന്നതല്ല, ഡയറക്റ്റ് പാർട്ടിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ കണ്ട് എടുത്തേക്കുന്ന വണ്ടിയാണ്. ഒരു വശത്ത് പോലും ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് പിന്നെയും ഗ്യാരണ്ടി തരാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു മാറ്റവും ഇല്ല. നമുക്ക് ഈ വണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നെങ്കിൽ തിരിച്ചെടുക്കാനുള്ള ധൈര്യം പോലും ഉണ്ട്. അപ്പം ഈ സൈഡിലേക്ക് വരുന്ന ഭാഗത്ത് ഇവിടെ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. മെയിൻ ക്ലാസ് ഒറിജിനലാണ് വരുന്നത്. ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. ഇനി നമുക്ക് ഇന്റീരിയർ ഭാഗത്തേക്ക് പോകാം. എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ ഇതാണ് അവസ്ഥ. എന്ന് വെച്ചാൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹെവി ക്വാളിറ്റി, അതിനേക്കാളും നല്ല ക്വാളിറ്റിയിലാണ് ഇനി ഇന്റീരിയറിൽ കീപ്പ് ചെയ്തേക്കുന്നത്. ഇന്റീരിയർ ഭാഗത്തേക്ക് പോകുമ്പം അഡീഷണൽ മാറ്റ കാര്യങ്ങൾ ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് റബ്ബറിൻ്റെ അഡീഷണൽ മാറ്റങ്ങൾ. അതിൻ്റെ അടിയിൽ സ്റ്റോക്ക് കണ്ടീഷൻ, അതായത് ടൊയോട്ടയിൽ നിന്ന് കിട്ടിയ സെയിം സാധനം അതേപോലെ തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. 7 സീറ്ററിലാണ് വരുന്നത്. പിന്നെ ഇതിന് ക്രൂയിസ് കൺട്രോൾ, AC കൺട്രോൾ എല്ലാം വരുന്നത്. അതായത് ടോപ്പ് ഓഫ് ദ ലൈൻ. ഇന്നോവ ക്രിസ്റ്റയിൽ നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിൽ ടോപ്പ് ഓഫ് ദ ലൈൻ താല്പര്യമുള്ളവർ, അതായത് ഇസഡ് ഓട്ടോമാറ്റിക് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല ജെനുവിനായിട്ട്, അതായത് ജെനുവിനായിട്ട് യൂസ് ചെയ്ത ഒരു പാർട്ടിയുടെ വണ്ടിയാണ്. ഇതിൻ്റെ അത് അവരുടെ ഇത് ആ ഗ്ലാസ്സിൽ തന്നെ ഇവിടുത്തെ എല്ലാ സ്റ്റിക്കർ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡാണ്. ഫുൾ ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ കിലോമീറ്റർ ഓടിയേക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് 1,29,000 കിലോമീറ്റർ വിത്ത് സർവീസ് റെക്കോർഡ്. ഓരോ പ്രാവശ്യവും, അതായത് 2016 മുതൽ വണ്ടി ഓരോ പീരിയോഡിക്കൽ സർവീസ് ചെയ്തതിൻ്റെ ഹിസ്റ്ററി സർവീസ് റെക്കോർഡിലുണ്ട് മൊത്തം. അതായത് അതിൻ്റെ മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി എന്നല്ല, എക്സ്ട്രാ ക്വാളിറ്റി, നല്ല ടോപ്പ് ലെവലിൽ വരുന്ന വണ്ടിയാണ്. പിന്നെ റീപ്ലേസ്മെൻറ്റ് വണ്ടിക്ക് ഒരെണ്ണം പോലും ഇല്ല. അതായത് ഒരു ഭാഗത്ത് പോലും വണ്ടിക്ക് റീപ്ലേസ്മെൻറ്റ് ഇല്ല. പിന്നെ ക്വാളിറ്റി ഉള്ള ടയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. ഇൻഷുറൻസ് വാലിഡാണ്. പിന്നെ ഇതിന് ചോദിക്കുന്ന പ്രൈസ്, അതായത് ഏകദേശം ഫൈനൽ പ്രൈസാണ് വെറും 13,10,000 രൂപയ്ക്ക് ഈ വാഹനം നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് സ്വന്തമാക്കാം. എന്ന് വെച്ചാൽ ഒരുപാട് പേര് കേരളത്തിലാണെന്ന് ചോദിക്കാറുണ്ട്. അവരോടാണ് ഇത് പറയുന്നത്. നമ്മൾ ഡൽഹിയിലാണ് ലൊക്കേഷൻ വരുന്നത്. ഡൽഹിയിലെ ന്യൂ ഫ്രണ്ട്സ് കോളനി. നിങ്ങൾക്ക് എപ്പം വന്നാലും നമ്മളെ കാണാനും വിസിറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഓരോ വാഹനങ്ങൾ നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാനും സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ കൂടുതൽ കസ്റ്റമർ ഓൺലൈൻ ത്രൂ ആണ് മേടിച്ചേക്കുന്നത്. പിന്നെ വളരെ സന്തോഷമുണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടേക്കുന്ന 2019 മോഡൽ വെറും 37,000 കിലോമീറ്റർ ഉള്ള വാഹനം പെട്ടെന്ന് തന്നെ സെയിലായിട്ടുണ്ട്. അപ്പം അതേപോലത്തെ ക്വാളിറ്റി ഉള്ള നല്ലൊരു ഹൈ ക്വാളിറ്റി വാഹനമാണ്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ വാഹനം കൈപ്പറ്റുകയാണെങ്കിൽ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, സർവീസ് ഹിസ്റ്ററി, പിന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വാട്സപ്പ് ത്രൂ അയച്ചു തരുന്നതാണ്. അപ്പം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്ട് എൻജിൻ റൂമാണ്. എൻജിൻ റൂമും കൂടെ ഒന്ന് കാണിച്ചു തരാം. എന്ന് വെച്ചാൽ ഒരു സൈഡ് പോലും ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആ ബ്ലാക്ക് തന്നെ, അതായത് ഇത് തന്നെ കാണുമ്പോൾ മനസ്സിലാവും ഒരു വർക്കോ കാര്യങ്ങളോ ഇത് അഴിക്കില്ല പിടിക്കില്ല ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അടിവശത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. എന്ന് വെച്ചാൽ ഒരു സൈഡിൽ പോലും, അതായത് ഒരു സൈഡ് ഫ്രണ്ട് വശം ആയിക്കോട്ടെ എവിടെയും വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ നോർമലി ഇന്നോവ ക്രിസ്റ്റയുടെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ നോർമലി പൊട്ടാറുണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് ഇതുവരെ ഇതിനകത്ത് ഡാമേജോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല. നല്ല ക്വാളിറ്റി തന്നെ, അതായത് ബമ്പർ അടക്കം നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത്. അതായത് സ്റ്റോക്ക് കണ്ടീഷനിൽ, ഷോറൂം കണ്ടീഷൻ, ലൈക്ക് ഷോറൂമിൽ നിന്ന് നിങ്ങൾ വാഹനം എടുക്കുന്നവരെയാണ്. നല്ല ഹെവി ക്വാളിറ്റി ഉള്ള വാഹനമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ നല്ലൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പം ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇന്നോവ ക്രിസ്റ്റയുടെയും അതുപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങളെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതേപോലുള്ള നല്ല ക്വാളിറ്റി, ഹെവി ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ കൊടുക്കും. ഇതേപോലത്തെ നല്ല ക്വാളിറ്റിയുള്ള റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ലാത്ത നല്ലൊരു വാഹനങ്ങൾ നിങ്ങളിലേക്ക് തരും. ഇതിന് സ്പെഷ്യൽ ഗ്യാരണ്ടി, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി നമ്മൾ തിരിച്ചും കൂടെ എടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി പ്രൊഫൈലുള്ള വണ്ടിയാണ്. എന്ന് വെച്ചാൽ പാർട്ടി ഓണറിനെ ഡയറക്റ്റ് കണ്ട് മീറ്റ് ചെയ്ത് നമ്മൾ വീഡിയോസ് കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തത്. അപ്പം ആരാണ് പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നത് അവർക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.